1971 ജൂൺ 15-ാം തീയതി സത്യന്റെ മരണം ഈ നാട്ടിലറിഞ്ഞപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടി 1972 സ്ഥാപിച്ച അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം കാണിക്കുന്ന ഈ സ്ഥാപനം ഇന്ന് വളരെയേറെ പടർന്ന് പന്തലിച്ച് ഈ നാടിന്റെ തിലകക്കുറിയായി നിൽക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ നമ്മളെ സംബന്ധിച്ച് സത്യനെ ഓർക്കുന്നതിനും സത്യന്റെ സ്മരണകൾ അയവിറക്കുന്നതിനും വേണ്ടി ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ മലയാള സിനിമയിലെ അധികായൻ എന്ന് പറയാവുന്ന അന്നും ഇന്നും ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു സത്യൻ. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ പറ്റി സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. ഇന്നലെ കുട്ടികൾ അതിനെ കാർട്ടൂൺ രൂപത്തിലും കോമാളിയാക്കി സ്വീകരിക്കുന്ന അന്നത്തെ സത്യൻ സിനിമാ ലോകത്തിന്റെ ഒരു നെടുത്തൂണ് തന്നെയായിരുന്നു. സത്യൻ, കൊട്ടാരക്കര, ആ ടീമൊക്കെ വരുന്ന ആ കാലഘട്ടത്തിലെ സിനിമ നമ്മളൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും എല്ലാ സിനിമയും കിട്ടാവുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു 2 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ പകൽപ്പാട് സന്ദേശിച്ചതായിട്ട് അഭിനയത്തെ കുറിച്ചോ അതിന്റെ മികവിനെ കുറിച്ചോ സംസാരിച്ചില്ല. ഇതിപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ച ഒരു സിനിമയാണ് ചെമ്മീൻ. ആ ചെമ്മീൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ റോൾ പഴനി എന്ന ഒരു ബുക്ക് വായിച്ചു പിടിപ്പിക്കുന്നത് ആ ഒരു അഭിനയ മികവ് പഴനി എന്ന നൃത്തത്തിന്റെ നാമധേയം കൊട്ടാരക്കര ശ്രീധരനാരുടെ വമ്പിച്ച അഭിനയം മികവ് എന്നൊക്കെ കാണാൻ കഴിയും. ലാസ്റ്റ് അദ്ദേഹം കൊട്ടാരക്കര ശ്രീധരനായ ഗാന്ധനായിട്ടാണ് പൈസയ്ക്ക് വൃത്തിയാക്കി. അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമയായിരുന്നു പര്യാപ്തമാണ്. അങ്ങനെ നല്ലൊരു സിനിമയാണ് ഇതിൽ. അതാണ് സത്യന്റെ അഭിനയ മികവിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ അന്നത്തെ കാലഘട്ടത്തില് അഭിനയ ചക്രവർത്തി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അതിന് എന്തുകൊണ്ടും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ സിനിമാ ലോകത്ത് മറ്റാരും ഉണ്ടായി എന്നാണ് എന്റെ വിശ്വാസം. അഭിനയത്തെ സ്വന്തം ജീവിതചര്യയാക്കിയ ഒരു മനുഷ്യനായിരുന്നു സത്യൻ. സ്കൂൾ അധ്യാപകനായി ജീവിതം ആരംഭിച്ച് സിനിമയുടെ അഗ്രവാളികളിലേക്ക് കടന്നു വന്ന് സിനിമ തന്റെ ജീവിതചര്യയാക്കി മാറ്റിയ ഒരു അതുല്യ നടൻ. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനയ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. അത്രയും കലയോട്